കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യുണൈറ്റഡ് നേഷൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്ര പരിണാമത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ വിശദമായി പറയുണ്ടായി. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് 6 ഔദ്യോഗിക ഭാഷയാണുള്ളത്. അറബി, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്, ഇങ്ങനെ 6 ഒഫീഷ്യൽ ലാംഗ്വേജാണുള്ളത്. 2 വളഞ്ഞ ഒലിവ് ശാഖകളാൽ ചുറ്റപ്പെട്ട ലോകത്തിൻ്റെ ഭൂപടമാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ചിഹ്നം. അത് ആലേഖനം ചെയ്തതാണ് അതിൻ്റെ പതാക. ഇതാണ് യുണൈറ്റഡ് നേഷൻ്റെ വളരെ ഒഫീഷ്യലായ കാര്യങ്ങൾ. ഇനി അതിൻ്റെ എയിം, ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ അതിൻ്റെ ചാർട്ടറിൽ പറയുന്നുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക, സമത്വത്തിൻ്റെയും സ്വയം നിർണയ തത്വത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രാജ്യങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ലോകമെമ്പാടുമുള്ള സഹകരണം വളർത്തിയെടുക്കുക, ലോകത്തിലെ ജനങ്ങൾക്ക് മനുഷ്യാവകാശങ്ങളും മൗലിക സ്വാതന്ത്ര്യവും പ്രോത്സാഹിപ്പിക്കുക, ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് വിവിധ രാജ്യങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുക, യുദ്ധക്കെടുതിയിൽ നിന്ന് വരും തലമുറകളെ രക്ഷിക്കുക. ഇത്രയുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് 6 പ്രധാനപ്പെട്ട ബോഡികളുണ്ട്. സ്ട്രക്ചേഴ്സ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. അത് ഒന്ന് ജനറൽ അസംബ്ലി, മറ്റൊന്ന് സെക്യൂരിറ്റി കൗൺസിൽ, മറ്റൊന്ന് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, മറ്റൊന്ന് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, മറ്റൊന്ന് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, പിന്നെ ഒന്ന് സെക്രട്ടേറിയറ്റ്. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട ബോഡിയാണ് നിലനിൽക്കുന്നത്. നമുക്ക് ഓരോന്നിൻ്റെയും പ്രവർത്തനവും അതിൻ്റെ ഘടനയൊക്കെ നോക്കാം. ഒന്ന് ജനറൽ അസംബ്ലിയാണ്. യുഎന്നിൻ്റെ ഏറ്റവും വലിയ ബോഡിയാണ് ജനറൽ അസംബ്ലി. യുഎന്നിലെ എല്ലാ അംഗങ്ങളും പൊതുസഭയിലെ അംഗങ്ങളാണ്, ജനറൽ അസംബ്ലിയിലെ അംഗങ്ങളാണ്. ഓരോ രാജ്യത്തിനും 5 പ്രതിനിധികളെ അയക്കാമെങ്കിലും സഭയിൽ ഓരോ രാജ്യത്തിനും 1 വോട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാ അംഗരാജ്യങ്ങൾക്കും തുല്യ പദവിയാണ് പൊതുസഭയിലുള്ളത്. പൊതുസഭ വർഷത്തിലൊരിക്കൽ കൂടും. എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രത്യേക സെഷനുകൾ നടത്താം. ഓരോ സമ്മേളനത്തിൻ്റെയും തുടക്കത്തിൽ അസംബ്ലി ഒരു പുതിയ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കും. ജനറൽ അസംബ്ലിക്ക് ഒരു പ്രസിഡൻ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ വർഷവും അതിൻ്റെ തുടക്കത്തിലെ ആ മീറ്റിങ്ങിൽ ഒരു പ്രസിഡൻറ്റിനെ ആ ഒരു വർഷത്തേക്ക് തിരഞ്ഞെടുക്കും. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമാധാനത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന ഏത് വിഷയവും ഇവിടെ ചർച്ച ചെയ്യാനാവും. മറ്റൊന്ന് തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള ശുപാർശകൾ ഇത് നൽകുന്നു. മറ്റൊന്ന് UN ബജറ്റ് പാസ്സാക്കുന്നു. മറ്റൊന്ന് സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരമല്ലാത്ത അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരമല്ലാത്ത നോൺ പെർമനൻ്റ് മെമ്പർമാരുണ്ട്. 10 നോൺ പെർമനൻ്റ് മെമ്പർമാരും 5 പെർമനൻ്റ് മെമ്പർമാരുമാണ്. നമുക്ക് സുരക്ഷാ കൗൺസിൽ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം. അപ്പോൾ അതിലെ ഈ നോൺ പെർമനൻ്റ് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് ജനറൽ അസംബ്ലിയിൽ നിന്നാണ്. ജനറൽ അസംബ്ലിയിലെ തിരഞ്ഞെടുപ്പ് വഴിയാണ്. മറ്റൊന്ന് സാമ്പത്തിക സാമൂഹിക കൗൺസിലിലെയും ട്രസ്റ്റിഷിപ്പ് കൗൺസിലിലെയും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും ഈ പൊതുസഭയാണ്. മറ്റൊന്ന് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം ഇത് യുഎന്നിലേക്ക് പുതിയ അംഗങ്ങളെ ഏതെങ്കിലും രാജ്യത്തെ ഇനി പ്രവേശിപ്പിക്കണമെങ്കിൽ, അംഗത്വം നൽകണമെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലാണ് അത് നൽകുക. അതിന് ശുപാർശ, സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ശുപാർശ, അതിലേക്ക് ശുപാർശ നൽകുന്നത് ഇവരാണ്. മറ്റൊന്ന് സെക്യൂരിറ്റി കൗൺസിലിൻ്റെയും ജനറൽ അസംബ്ലിയുടെയും ഉപദേശപ്രകാരമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. മറ്റൊന്ന് സമീപ വർഷങ്ങളിൽ സമാധാന പ്രമേയത്തിന് ഐക്യപ്പെടുക എന്ന പ്രമേയത്തിലൂടെ പൊതുസഭ അതിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സുരക്ഷാ കൗൺസിലിന് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ സായുധ സേനയുടെ ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കാനൊക്കെ ജനറൽ അസംബ്ലിക്ക് ശുപാർശ നൽകാൻ കഴിയും. പൊതുസഭയിൽ കേവല ഭൂരിപക്ഷ വോട്ടിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ചില പ്രധാന കേസുകളിൽ തീരുമാനമെടുക്കുന്നതിന് 3/2 ഭൂരിപക്ഷവും ആവശ്യമാണ്. ഇത്രയുമാണ് ജനറൽ അസംബ്ലിയുടെ കാര്യങ്ങൾ. ഇനി നമുക്ക് സെക്യൂരിറ്റി കൗൺസിലാണ് നോക്കാനുള്ളത്. യുഎന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഫലപ്രദവുമായ ബോഡിയാണ് രക്ഷാസമിതി, സെക്യൂരിറ്റി കൗൺസിൽ. ഇത് യുഎന്നിൻ്റെ എക്സിക്യൂട്ടീവ് വിഭാഗമാണ്. 15 അംഗങ്ങളാണ് രക്ഷാസമിതിയിലുള്ളത്. ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക എന്നിങ്ങനെ 5 രാജ്യങ്ങൾ സ്ഥിരാംഗങ്ങളാണ്. സ്ഥിരമല്ലാത്ത 10 അംഗങ്ങൾ 2 വർഷത്തേക്ക് ജനറൽ അസംബ്ലി തിരഞ്ഞെടുക്കുന്നതാണ്. ഓരോ അംഗത്തിനും 1 വോട്ടാണുള്ളത്. 5 സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് 9 അംഗങ്ങളുടെ ഭൂരിപക്ഷ വോട്ടിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓരോ സ്ഥിരാംഗത്തിനും തീരുമാനം നിരസിക്കാനോ വീറ്റോ ചെയ്യാനോ അധികാരമുണ്ട്. ഇതിനർത്ഥം സ്ഥിരാംഗങ്ങളിൽ ഒരാളുടെ നിഷേധാത്മക വോട്ട് പ്രമേയം റദ്ദാക്കുന്നതിലേക്ക് നയിക്കും. ഏതെങ്കിലും ഒരു സ്ഥിരാംഗം നിഷേധാത്മക വോട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രമേയം എന്തായി പോവും? റദ്ദായി പോവും.
മറ്റെല്ലാ സ്ഥിരാംഗങ്ങൾക്കും അംഗങ്ങളും പിന്തുണച്ചാലും ഏതെങ്കിലും ഒരു സ്ഥിരാംഗത്തിൻ്റെ വീറ്റോ നടക്കുകയാണെങ്കിൽ ആ പ്രമേയം എന്തായിപ്പോവും, റദ്ദായിപ്പോവും. അപ്പോൾ ലോകത്ത് സമാധാനവും സുരക്ഷിതത്വം നിലനിർത്തുക എന്ന അടിസ്ഥാന ഉത്തരവാദിത്വം സുരക്ഷാ സമിതിക്കാണുള്ളത്. സെക്യൂരിറ്റി കൗൺസിൽ മാസത്തിലൊരിക്കൽ യോഗം ചേരും. എന്നാൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ ആവശ്യമുള്ളപ്പോഴൊക്കെ യോഗം ചേരാവുന്നതാണ്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ലോകത്തെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം നിലനിർത്തുക, അന്താരാഷ്ട്ര തർക്കങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഉചിതമായ മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക, അക്രമകാരികൾക്കെതിരെ സാമ്പത്തിക വിരോധം ഏർപ്പെടുത്താൻ അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും അതുവഴി ആക്രമണം അവസാനിപ്പിക്കാൻ കുറ്റക്കാരായ രാഷ്ട്രത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക. സുരക്ഷാ കൗൺസിലിന് ആവശ്യമെങ്കിൽ അക്രമകാരികൾക്കെതിരെ സൈനിക നടപടിയും സ്വീകരിക്കാം. ഇത്രയുമാണ് സുരക്ഷാ കൗൺസിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് സുരക്ഷാ കൗൺസിൽ. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ട്. നെതർലാൻഡിലെ ഹേഗിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ജുഡീഷ്യൽ ബോഡിയാണ്. ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും തിരഞ്ഞെടുക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 15 ജഡ്ജിമാരാണ് കോടതിയിലുള്ളത്. 9 വർഷത്തേക്കാണ് അവർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2 ജഡ്ജിമാർ ഒരേ രാജ്യത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്ന് അതിൻ്റെ ഫംഗ്ഷനാണ്. കോടതിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അംഗരാജ്യങ്ങൾ കൊണ്ടുവരുന്ന തർക്കങ്ങൾ പരിഹരിക്കുക. മറ്റൊന്ന് യുഎന്നിൻ്റെ ഏതെങ്കിലും ബോഡി നിയമോപദേശം തേടുകയാണെങ്കിൽ ആ സമയത്ത് നിയമോപദേശം നൽകുക. ഇത്രയുമാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ബോഡി എന്ന് പറയുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. വിദേശ ഭരണത്തിന് കീഴിലായിരുന്ന ട്രസ്റ്റ് പ്രദേശങ്ങളുടെ ഭരണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതിനും സ്വയംഭരണത്തിലേക്കോ സ്വാതന്ത്ര്യത്തിലേക്കോ ഉള്ള അവരുടെ പുരോഗതി ഉറപ്പാക്കുന്നതിനുമായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉടൻ തന്നെ സ്ഥാപിച്ച ഒരു ബോഡിയാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. 1994 ആയപ്പോഴേക്കും എല്ലാ ട്രസ്റ്റ് പ്രദേശങ്ങളും ഇല്ലാതായപ്പോൾ, സ്വയംഭരണ പ്രദേശങ്ങളായി മാറിയപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുകയും ഇപ്പോൾ നിലവിലത് യോഗമൊന്നും ചേരാറില്ല. എന്ന് പറയുന്നത് ചില പ്രദേശങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഭാഗമല്ലാതിരിക്കുക, അതേപോലെ മറ്റു വിദേശ രാജ്യത്തിൻ്റെ അധിനിവേശത്തിലായി കിടക്കുന്ന പ്രദേശങ്ങളുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഈ ട്രസ്റ്റായി കിടക്കുന്ന അങ്ങനത്തെ പ്രദേശങ്ങളെ ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ് അത് ഏറ്റെടുക്കുന്നത്. അവിടെയുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ 1994 ശേഷം അങ്ങനെ ഒരു പ്രദേശം ലോകത്ത് അങ്ങനെ ഇല്ലാതായി വന്നപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലവിൽ നടക്കുന്നില്ല. ഇതിൻ്റെ മീറ്റിംഗൊന്നും ഇപ്പോൾ ചേരുന്നില്ല. മറ്റൊന്ന് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. 3 വർഷത്തേക്കാണ് ഈ ജനറൽ അസംബ്ലി തിരഞ്ഞെടുക്കപ്പെടുന്ന 54 അംഗങ്ങളുള്ള സാമ്പത്തിക സാമൂഹിക കൗൺസിൽ പ്രവർത്തിക്കുന്നത്. ഈ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ പ്രധാന സാമ്പത്തിക സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അത് പ്രധാനമായും യുഎന്നിൻ്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, മാനുഷിക പ്രവർത്തനങ്ങളുടെ മാനേജ്മെൻറ്റ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി പ്രോത്സാഹിപ്പിക്കുക, മറ്റൊന്ന് ആരോഗ്യം, നിരക്ഷരത, തൊഴിലില്ലായ്മ മുതലായവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക, മറ്റൊന്ന് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് തുടങ്ങിയ UN ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കലൊക്കെ ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് സെക്രട്ടേറിയറ്റാണ് യുഎന്നിൻ്റെ ദൈനംദിന ഭരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവരാണ് 5 വർഷത്തേക്ക് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം ജനറൽ അസംബ്ലി നിയമിച്ച ജനറൽ സെക്രട്ടറിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുക്കാം 5 വർഷം കഴിഞ്ഞാൽ. അങ്ങനെ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് ഈ സെക്രട്ടേറിയറ്റ് നടത്തുന്നത്. സെക്രട്ടറി ജനറലാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ നിയമിക്കുന്നത്. 192 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ ആണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. യുഎന്നിൻ്റെ കാര്യനിർവഹണത്തിൽ സെക്രട്ടറി ജനറൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അദ്ദേഹം കോൺഫറൻസുകൾ സംഘടിപ്പിക്കുന്നു, സമാധാന പരിപാലന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നു, സാമ്പത്തികവും സാമൂഹികമായ പ്രവണതകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു, മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ തയ്യാറാക്കുന്നു, അന്താരാഷ്ട്ര തർക്കങ്ങളിൽ മധ്യസ്ഥ വഹിക്കുന്നു, ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു, അങ്ങനെ തുടങ്ങി യുഎന്നിൻ്റെ ദൈനംദിന ഭരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ സെക്രട്ടറി ജനറലാണ്. അപ്പോൾ ഈ സെക്രട്ടറി ജനറലിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം വളരെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്ന യുഎന്നിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയുമാണ് യുഎന്നിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനങ്ങളും ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.